അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് കുറച്ച് നെത്തോലിയാണ്. നെത്തോലി എനിക്കാണെങ്കിൽ വറുക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ നെത്തോലി വാങ്ങിയാലുള്ള പാട് ക്ലീൻ ചെയ്യുന്നതാണ്. സമയമെടുക്കും ഓരോ നെത്തോലിയും നമ്മൾ വൃത്തിയാക്കി എടുക്കാനെ കൊണ്ട്. നെത്തോലിയുടെ തല ഞാൻ കളയാറില്ല കേട്ടോ. തലയ്ക്കാണ് ഗുണമെന്നുള്ളത് കൊണ്ട് ഞാൻ തല ഒരിക്കലും കളയാറില്ല. അങ്ങനെ നെത്തോലി ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ നെത്തോലിക്കകത്ത് ഞാൻ ചേർത്ത മസാലയെന്ന് പറഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നീര് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഉലുവാപ്പൊടി, കായപ്പൊടി ഇത്രയും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് ഇതിനെ ഒന്ന് പുരട്ടി വെക്കുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് കറിവേപ്പിലയും കൂടി ചേർത്താലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞ് കറിവേപ്പില തണ്ടും ചേർത്ത് നന്നായി ഇളക്കി ഇതൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഉപ്പും എരിയൊക്കെ സെറ്റായിട്ട് വരും. പിന്നെ നമുക്ക് എളുപ്പമായിട്ട് കുറച്ച് എണ്ണ അങ്ങോട്ട് ചൂടാകുമ്പോൾ നെത്തോലി അങ്ങോട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചും പതുക്കെ ഇളക്കുമ്പോൾ ശ്രദ്ധിച്ച് ഇളക്കണം, അല്ലെങ്കിൽ നെത്തോലി പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ നെത്തോലി ഏകദേശം നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് മാത്രം മതി ചോറുണ്ണാൻ കേട്ടോ. എനിക്കാണെങ്കിൽ നെത്തോലി ഫ്രൈ ഉണ്ടെങ്കിൽ മാത്രം മതി ചോറിന്. മറ്റൊരു കറിയില്ലെങ്കിൽ നെത്തോലി ഫ്രൈ ഉണ്ടോ ചോറ് ഞാൻ നല്ല കഴിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് നെത്തോലി മീൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ബൈ ബൈ.